വാർത്തകളിലേക്ക് വീണ്ടും ഇതിഹാസ താരം മെസ്സി കേരളത്തിലേക്ക് അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചു. അടുത്ത വർഷം 2 മത്സരങ്ങൾ കേരളത്തിൽ നടക്കും. ആരുമായിട്ടാണ് മത്സരം എന്നതിൽ പിന്നീട് തീരുമാനമെടുക്കും. കൊച്ചി കലൂർ സ്റ്റേഡിയമാണ് അർജന്റീനയുടെ മത്സരത്തിന് പ്രഥമ പരിഗണനയിലുള്ളത്. കലൂർ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും സഹിൻ ആന്റണി വിശദാംശങ്ങളുമായി ചേർന്നു. സഹിൻ, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച്, ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. അങ്ങനെ മെസ്സി എത്തുകയാണ്. അതെ അതിര, എന്തായാലും ഞാനും വലിയ ആവേശത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ചും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ടീമാണ് അർജന്റീന. മെസ്സിയെയും അത്രയധികം ഇഷ്ടമാണ്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കലൂർ സ്റ്റേഡിയത്തിലേക്ക് ഇതിഹാസ താരം മെസ്സി എത്തുന്നു എന്നുള്ളൊരു വാർത്ത അത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ചും അർജന്റീനയെ പോലെയുള്ള ഒരു സംഘം കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ അത് ഒരുപക്ഷെ കേരളത്തിൻ്റെ തന്നെ ഫുട്ബോൾ മാനദണ്ഡങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർത്തുന്ന ഒരു സംഭവം കൂടിയായി മാറുകയും ചെയ്യും. ഒപ്പം തന്നെ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആവേശം നൽകുന്ന ഒരു കാര്യം കൂടിയായി ഈ മെസ്സിയുടെ വരവ് അത് പ്രചോദനം നൽകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുറേ ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്, അവരോടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടാ, തിരിഞ്ഞു നിൽക്കരുത്. ചേട്ടാ, അർജന്റീന കൊച്ചിയിലേക്ക് വരുന്നു എന്ന് പറയുന്നു, മെസ്സി വരുന്നു എന്ന് പറയുന്നു, എങ്ങനെയാണ്? സന്തോഷമാണ്? വളരെ ഹാപ്പിയാണ്. നല്ല ഒരു മൂമെൻ്റ് ആയിരിക്കും. കാരണം ഞാൻ ഖത്തറിൽ വെച്ചിട്ട് വേൾഡ് കപ്പിന് കണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ അർജന്റീന പോലെയുള്ള ഒരു സംഘമൊക്കെ നമ്മുടെ കൊച്ചിയിലേക്കൊക്കെ വരാൻ നേരത്ത് നമ്മൾക്കും ഒരു അഭിമാനമല്ലേ? തീർച്ചയായും എക്സൈറ്റ്മെൻറ്റിലാണ്. ഈ കലൂർ സ്റ്റേഡിയമാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. തീർച്ചയായും നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ അതല്ലേ ഉള്ളൂ, ഇവിടെ അടിച്ചു പൊളിക്കും. ഈ സ്റ്റേഡിയം എങ്ങനെയാണ് അതിന് പറ്റുന്നൊരു ഫെസിലിറ്റി ഉള്ളതായിട്ട്? ഇപ്പോൾ ഖത്തറിലൊക്കെ മത്സരമൊക്കെ കണ്ട ഒരാളല്ലേ, കലൂർ സ്റ്റേഡിയം എങ്ങനെയാണ് അതിന് പറ്റുന്നൊരു വൈബായിരിക്കും? നല്ല, പ്രത്യേകിച്ച് കേരളത്തിൽ ഫുട്ബോൾ പ്രേമികൾ കൂടുതലാണ്. അത് അവർക്കും അറിയാം, അർജന്റീനയ്ക്ക് അറിയാം ഇവിടെ എത്രത്തോളം ഫാൻസുകൾ ഉണ്ടെന്നുള്ളത്. അവരും നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും കേരള ഫാൻസിനെ കാണാൻ വേണ്ടിയിട്ട്. അതുതന്നെയാണ് അതിന്. എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ തന്നെ കേരളത്തിലാണ് ഈ അർജന്റീനിയൻ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഫാൻസ് ഉള്ളത്, ആരാധകരുടെ ഒരു കൂട്ടമുള്ളത്. ആരാധകരുടെ കൂട്ടമെല്ലാം അർജന്റീനയും മെസ്സിയൊക്കെ വരാൻ വേണ്ടി കാത്തിക്കുന്നത്. ചേട്ടനൊക്കെ ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയൊക്കെ ഉണ്ടാകുമ്പോൾ നിരന്തരം നിൽക്കുന്ന ഒരു ചേട്ടനാണ്. ചേട്ടാ, എങ്ങനെയുണ്ട്? അർജന്റീന ഇങ്ങോട്ടൊക്കെ വരാൻ പോകുന്നു എന്ന് പറയുന്നു, മെസ്സി വരാൻ പോകുന്നു എന്ന് പറയല്ലേ? നല്ല കാര്യമല്ലേ, എല്ലാവരും വരട്ടെ. മെസ്സിയൊക്കെ വരണമെങ്കിൽ എന്താ പറയുക, ഇവിടെ 2 കൈയും സ്വീകരിച്ച ആൾക്കാർ കൈയടിച്ച് കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അന്ന് ലീവായിരിക്കും മൊത്തം ഇവിടെ. അത് ഈ സ്റ്റേഡിയത്തിനകത്തിരിക്കുന്ന കടയാണ്, വലിയ കച്ചവടം കിട്ടും. ഞങ്ങൾക്ക് ഉണ്ടാവില്ല 2 ദിവസം. മെസ്സി വരാനാണ് ഞങ്ങൾ ഒരാഴ്ച പൂട്ടി. അതെ, ഉറപ്പാണ്. പക്ഷേ സന്തോഷമാണ്. പിന്നെ ഉറപ്പായിട്ട് സന്തോഷമല്ലേ? എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഒപ്പിക്കും? പിന്നെ അത് ഒപ്പിക്കും, എന്തെന്നാലും ഒപ്പിക്കും. അതിനുവേണ്ടി അതറ്റം വരെയും പോകും. അത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നൊരു ആളുകളല്ലേ. നമ്മൾ രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ ഇവരുടെ കളി ഇരുന്ന് കണ്ടേക്കുന്ന ആളുകളല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ എന്താണെങ്കിൽ കാണും, ഉറപ്പായിട്ടും. വലിയ ഭാഗ്യമല്ലേ മെസ്സിയെ കാണുമ്പോൾ? പിന്നല്ലേ, തീർച്ചയായിട്ടും. ഇഷ്ടപ്പെട്ട ടീം ഏതാ? അർജന്റീന. മെസ്സി പറയാണ്ട അത് തന്നെയാണ് അതിൽ. എന്തായാലും മെസ്സിയെ കാണാൻ വേണ്ടി കൊച്ചിയും കേരളവും എല്ലാം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. മെസ്സി വരുമെന്നുള്ളൊരു അറിയിപ്പ് അത് കിട്ടിയതിന് ശേഷം വലിയ ആവേശത്തിൽ തന്നെയാണ് അതാ കുറേ ചെറുപ്പക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ചേട്ടാ, ഈ അർജന്റീന ഫുട്ബോൾ ടീമൊക്കെ കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്നു. പ്രത്യേകിച്ചും കലൂരിലേക്കാണ് വരാൻ പോകുന്നത്, ഈ സ്റ്റേഡിയത്തിലേക്കാണ് വരാൻ പോകുന്നത്. എങ്ങനെയാണ്? സന്തോഷമാണ്? സന്തോഷമുണ്ട്. അതിനു മുമ്പ് ഈ സ്റ്റേഡിയം ഇടിഞ്ഞു വീഴുമെന്ന് നടത്തില്ല, ആൾക്കാരെല്ലാം കൂടെ കൂടിയിട്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. തീർച്ചയായും സ്റ്റേഡിയത്തിന് അതായത് ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നില്ല. ഇല്ല, ഒട്ടുമില്ല ഇവിടെ. എന്താണ് അത് പറയാനുള്ള ഒരു കാരണം? ഈ ചെണി കയറി വന്ന വഴി തന്നെ ആദ്യം തന്നെ നോക്കി ഈ കേരള സ്റ്റേഡിയത്തിന്റെ അടുത്ത് തകർന്ന് പൊളിഞ്ഞ് ഇതിന്റെ അകത്തോട്ടാണ് മെസ്സി വന്നത്, അർജന്റീന വന്നത്. ഞാൻ റൊണാൾഡോ ഫാനാണ്, ഞാൻ അത് വേറെ സംഗതി. അല്ല, ഇതുവരെ ഇന്ത്യയുടെ ഒരു കളി പോലും ഇവിടെ നടത്തിയിട്ടില്ലല്ലോ. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ അർജന്റീനയുടെ കളി നടത്തിയിട്ട് എന്ത് നേടാനാ? അതുപോലെ സ്വന്തം രാജ്യത്തിന്റെ ടീമിന്റെ കളി വെക്കണമല്ലോ ആദ്യമേ. ഇതുവരെ രചിച്ചിട്ടില്ലല്ലോ. ഒരു ഈ സ്റ്റേഡിയത്തിന് ഒരു സ്റ്റാൻഡേർഡ് കുറവാണ് എന്നുള്ളതാണ്. ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ല. ഇതിന്റെ കോലം തന്നെ കണ്ടില്ലേ? ഈ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കണ പെയിന്റ് ഇതിന്റെ കോലം കണ്ടില്ലേ? ഇവിടെയൊക്കെ അത്ര ഇന്റർനാഷണൽ ആയിട്ടുള്ള വേൾഡ് കപ്പ് അടിച്ചൊരു ടീം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരുണമാണ്. അതിനു മുമ്പ് ഇതെല്ലാം ഒന്ന് റെഡിയാക്കണം. പക്ഷെ റെഡിയാക്കണം എന്ന് നിസ്സാര കാര്യമല്ലല്ലോ, അത് നല്ല ടൈം വേണം. അത് ശരിയാണ്. അതിൽ ഇവർ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്നത് പോലെ പലപ്പോഴും കലൂർ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ഷേപം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. സ്റ്റേഡിയത്തിന് കൃത്യമായ ഒരു മാനദണ്ഡങ്ങൾ പലയിടങ്ങളിലും നമുക്ക് കാണാം. പൊട്ടിപ്പൊളിഞ്ഞ നിലയിലേക്കാണ് ഈ സ്റ്റേഡിയം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാം മത്സരം നടക്കാൻ നേരത്ത് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും ചില സമയങ്ങളിലെല്ലാം കോൺക്രീറ്റിൻ്റെ കഷ്ണങ്ങൾ അടർന്നു വീണു എന്ന് വരെ ആളുകൾ പറയുന്ന ഒരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും
സ്റ്റേഡിയം നന്നായി പുതുക്കേണ്ടിയിരിക്കുന്നു. ആ സ്റ്റേഡിയം പുതുക്കേണ്ടത് അത്യാവശ്യവുമാണ്. അത് എന്തായാലും അത് ആവശ്യമാണ്. ഒപ്പം തന്നെ ഒരു ഇന്റർനാഷണൽ ടീം നമ്മുടെ നാട്ടിലേക്ക് വരാൻ നേരത്തോ അതിൻ്റെ ഒരു ആവേശം നാട്ടുകാർക്ക് ആകമാനം ഉണ്ടാതിരാ. ശരി, എന്തായാലും ഫുട്ബോൾ ആരാധകരുടെ ആകാംക്ഷകൾക്ക് വിരാമമായി സൂപ്പർതാരം ലയണൽ മെസ്സി അടക്കം അർജന്റീന ടീം കേരളത്തിലേക്ക് വരികയാണെന്നുള്ളതിൽ സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ് മന്ത്രി അബ്ദുറഹ്മാൻ. ഈ ഘട്ടത്തിൽ അടുത്ത വർഷം കേരളത്തിൽ വെച്ച് മത്സരം നടക്കും എന്നുള്ളതാണ്. മത്സരത്തിനായി കൊച്ചിക്കാണ് പ്രഥമ പരിഗണന എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.